അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇന്ന്. ഇതിനു മുന്നോടിയായുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. കാശിയിലെ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത്തിന്റെ നേതൃത്വത്തിലാണ് അനുഷ്ഠാന ചടങ്ങുകൾ. ഉച്ചയ്ക്ക് 12നും 12:30 ഇടയിൽ 86 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് ഗവർണർ, മുഖ്യമന്ത്രി, RSS അധ്യക്ഷൻ, ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് ഗർഭഗൃഹത്തിൽ ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന്റെ മുഖ്യ കവാടം ഭക്തർക്കായി തുറന്നു നൽകുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും. നഗരത്തിൽ കനത്ത സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷണിച്ച 7000 അതിഥികൾ മാത്രമാണ് ചടങ്ങ് ദർശിക്കാനുള്ള അവസരം. ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10:30 ക്ഷേത്രത്തിലേക്ക് എത്തും. ക്ഷേത്രത്തിലേക്ക് നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം. രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അയോധ്യയിൽ താന്ത്രിക വിധി പ്രകാരമുള്ള പ്രത്യേക പൂജകൾ നടന്നു വരികയായിരുന്നു. ഇത്തരത്തിലുള്ള പൂജകൾ എല്ലാം പൂർത്തിയായോ? ഇനി പ്രാണപ്രതിഷ്ഠ മാത്രമാണോ ബാക്കിയുള്ളത്? ഇപ്പോഴ് ഗോപിക, ഈ പുതിയ രാംലല്ല ഗർഭഗൃഹത്തിലാണ് ഉള്ളത്. ഗർഭഗൃഹത്തിൽ ഇന്നലെ പൂജകളെല്ലാം പൂർത്തിയായി. അതിനുശേഷം ശയ്യാദിവാസത്തിലാണ്. ഈ വിഗ്രഹത്തെ ഉറങ്ങാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് ശയ്യാദിവാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രാണൻ സ്വീകരിക്കാൻ തയ്യാറായി വിഗ്രഹം ശയിക്കുകയാണ്. ഇനി ജാഗരണ അധിവാസത്തിൽ നടത്തി ആ വിഗ്രഹത്തെ ഉണർത്തും. പ്രാണൻ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ചടങ്ങുകൾക്കും ക്രിയകൾക്കും ആ വിഗ്രഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ജാഗരണ അധിവാസം ആരംഭിക്കുന്നത്. അല്പസമയം മുമ്പ് ജാഗരണ അധിവാസം ക്ഷേത്രത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ജാഗരണ അധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ഏതാണ്ട് 1 മണിക്കൂർ 15 മിനിറ്റോളം നീണ്ടു നിൽക്കും എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം മറ്റു ചടങ്ങുകൾ, കലശം, ഇവയെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 12 മണിയോടുകൂടി ഈ പൂജാ ചടങ്ങുകളെല്ലാം പൂർത്തിയാകുന്ന മുറയ്ക്കാണ് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുക. പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് 12നും 12:30 ഇടയിലുള്ള സമയത്തായിരിക്കും. അഭിജിത്ത് മുഹൂർത്തം എന്ന 86 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന സമയത്ത് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കും. ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് സമയത്ത് മൂലമന്ത്രം വിഗ്രഹത്തിന് ഉപദേശിക്കുന്നതോടുകൂടി വിഗ്രഹത്തിന് പ്രാണൻ കൈവരും എന്നുള്ളതാണ് വിശ്വാസം. മുഖപടം ധരിച്ചാണ് ഇപ്പോൾ രാമവിഗ്രഹം ഗർഭഗൃഹത്തിൽ ഉള്ളത്. ഈ മുഖപടം സ്വർണ്ണ സൂചി കൊണ്ട് അഞ്ജനം എഴുതിച്ച് മുഖപടം മാറ്റും. തുടർന്ന് വിഗ്രഹത്തെ സ്വന്തം രൂപം കണ്ണാടിയിൽ കാണിക്കും. ആദ്യം വിഗ്രഹം കാണുന്ന രൂപം ഈ സ്വീകരിച്ചതിന് ശേഷം, പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം വിഗ്രഹം കാണുന്ന രൂപം സ്വന്തം രൂപം തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ പൂജാവിധികൾ അനുസരിച്ച് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ചടങ്ങുകൾ പൂർത്തിയായതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ രാംലല്ലയിൽ ആരാധന നടത്തുക. ആരതി അർപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹമാണ് മുഖ്യ യജമാനനായി ഇന്നത്തെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി ഒപ്പം ഉത്തർപ്രദേശിന്റെ ഗവർണർ, മുഖ്യമന്ത്രി, RSSന്റെ അധ്യക്ഷൻ, ഒപ്പം ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരി എന്നിവരായിരിക്കും ഈ സമയത്ത്. ഈ 5 പേരായിരിക്കും ഈ സമയത്ത് ഗർഭഗൃഹത്തിൽ ഉണ്ടാവുക. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 56 വിഭവങ്ങൾ അടങ്ങിയ വിഭവങ്ങൾ അവിടെ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി ഈ മുഖ്യ വാതിലുകൾ തുറന്ന് ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ അവസാനിക്കുക. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. പ്രധാനമന്ത്രി ഏതാണ്ട് 10 മണിക്ക് ശേഷം 10:30 മണിയോടുകൂടി അയോധ്യയിലേക്ക് എത്തും. പ്രധാനമന്ത്രി എത്തിയ ശേഷമുള്ള ചടങ്ങുകൾ ഏത് തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്? VIP-കളുണ്ട്, VVIP-കളുണ്ട്. അത്തരത്തിൽ പ്രധാനമന്ത്രിയൊക്കെ എത്തുന്നു. പഴുതടച്ച സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടുമാണ്. പഴുതടച്ച സുരക്ഷയിലാണ് അയോധ്യ നഗരമുള്ളത്. ഇന്നലെയൊക്കെ ഗോപികയ്ക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ നഗരത്തിലേക്ക് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വലിയ തണുപ്പുണ്ട് ഈ നഗരത്തിൽ. ആ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഈ നഗരത്തിലേക്ക് ചെറു സംഘങ്ങളായി എത്തിയിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ പല ഇടങ്ങളിലായിട്ട് ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ്. അവരുടെ എല്ലാം ലക്ഷ്യം ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ദർശനം ലഭിക്കുക എന്നുള്ളതാണ്. ഈ തണുപ്പ് അതിജീവിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾ അടക്കമുള്ള ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.
സാധിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം ചില ഖാലിസ്ഥാൻ അനുകൂലികളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ. NSGയുടെ മേൽനോട്ടത്തിലാണ് മറ്റ് വിഭാഗങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി രാവിലെ ഏതാണ്ട് 10നും 10:30ക്കും ഇടയ്ക്കാണ് ഇവിടേക്ക് എത്തുന്നത്, അയോധ്യയിലേക്ക് എത്തുന്നത്. അയോധ്യ വിമാനത്താവളത്തിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക്. അദ്ദേഹം അവിടെ നിന്ന് ഒരു 10:30ക്ക് പുറപ്പെട്ട് 11 മണിക്ക് ശേഷം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് എത്തും. ഹനുമാൻ ഗാർഹി ക്ഷേത്രത്തിലായിരിക്കും അദ്ദേഹം ആദ്യം എത്തുകയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ അദ്ദേഹം പൂജ നടത്തും. പൂജ നടത്തിയതിനു ശേഷം അദ്ദേഹം സരയുവിൽ സ്നാനം ചെയ്യും എന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി പുതിയ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക. അവിടെയുള്ള സിംഹദ്വാർ അഥവാ പ്രധാന കവാടം, ആ പ്രധാന കവാടം കടന്ന് ആണ് പ്രധാനമന്ത്രി ഈ ഗർഭഗൃഹത്തിലേക്ക് എത്തുന്നത്. തുടർന്നായിരിക്കും ശേഷിച്ച പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. ഏതാണ്ട് 7000-ഓളം അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ ഏതാണ്ട് 10:30 മുതൽ 11 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. ആ ഘട്ടങ്ങളിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനകളും ഒക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി 4 മണിക്കൂറാണ് ഈ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ ഉണ്ടാകുക. അദ്ദേഹം മടങ്ങുന്നതുവരെ വലിയ സുരക്ഷാ സംവിധാനം അയോധ്യയിൽ തുടരുകയും ചെയ്യും. ഗോപിക, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ഇന്നാണ്. വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി ഇന്നെത്തും. VIP-കളുണ്ട്, VVIP-കളുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അയോധ്യയിൽ നിന്ന് R. രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.